ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2330. ഇന്ന് മെയ് മാസം 18-ാം തീയതി 138-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന, പ്രാർത്ഥിച്ചിരിക്കുന്ന ദിനങ്ങളാണ്. കുറച്ചുകൂടി അവനവന്റെ നിയോഗത്തെ അറിയണ്ടേ, തിരിച്ചറിയണ്ടേ. ഒരു മിത്തിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോൾ നമ്മുടെ നെറ്റിത്തടത്തിൽ ഒരു വെളിച്ചമുണ്ടെന്ന്. ആ വെളിച്ചത്തിൽ ഇന്നലകളെയെല്ലാം ഓർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. നാളെ, ഭാവിയെ തെളിമയോടെ കാണാനും നമുക്കാവുന്നുണ്ട്. എന്നാൽ നമ്മുടെ പിറവിയിൽ ജനന നേരത്ത് ഒരു മാലാഖ വന്ന് തൻ്റെ ചൂണ്ടുവിരലുകൊണ്ട് നമ്മുടെ നെറ്റിയിൽ തൊട്ട് ആ വെളിച്ചം കെടുത്തിക്കളയുന്നു. അതോടുകൂടി ഈ ഒരു ഭൂമിയിൽ വന്നതിൻ്റെ, നമ്മൾ വന്നു പിറന്നതിൻ്റെ ലക്ഷ്യം നമ്മൾ മറന്നുപോകുന്നു. അത് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നിടത്താണ് ശരിക്കും ആത്മീയതയുടെ ആരംഭം. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, മുദ്ര വയ്ക്കപ്പെട്ട വെളിപാട് പുസ്തകത്തിന് സദൃശമാണ് ഓരോരുത്തരുടെയും ജീവിതം. എന്നെങ്കിലും ഒരു ദിവസം ആ മുദ്ര പൊളിച്ച് ചുരുളുകൾ അഴിച്ച് ഒരാൾ വായിക്കണ്ടേ? അവനവനെ കുറച്ചും കൂടി അന്വേഷിക്കുന്നതാണ് ആത്മീയത. അവനവന്റെ നിയോഗത്തെ, ഒരു ഗോതമ്പ് മണി ആര് കുറിക്കണമെന്ന്, കഴിക്കണമെന്ന് ആ ഗോതമ്പ് മണിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ അത് ആഹരിക്കുന്നവനെ, അത് തിന്നുന്നവന്റെ മേൽ ദൈവം എന്തായിരിക്കും എഴുതിയിട്ടുള്ളത്? പഴയ നിയമത്തിലെ ഹാഗാറിനെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചാണ് ഹാഗാർ എന്ന അടിമസ്ത്രീയുടെ ജീവിതത്തിന്റെ യാത്രാദിശയെ ദൈവദൂതൻ തിരിച്ചുവിടുന്നത്. ഓടിപ്പോകുന്ന നേരത്ത് ആ സ്ത്രീക്കൊരു അടിമയുടെ ശരീരഭാഷയാണ്. മടങ്ങി വരുമ്പോൾ ഏതാണ്ടൊരു ചക്രവർത്തിയുടെ ആത്മവിശ്വാസമാണ്. നാളെയും അവൾ കൂനിപ്പിടിച്ചിരുന്ന് ആ വീട്ടിലെ പാത്രം കഴുകും, നിലം തുടയ്ക്കും. എന്നാലും അവൾക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ഉള്ളിലൊരു ബോധവും പ്രകാശവുമുണ്ട്. ഇനിമേൽ ആരുടെയും അടിമയല്ല. പിന്നെ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും ഞാൻ ഒടുവിൽ എങ്ങോട്ട് പോകുന്നുവെന്നും എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. ദൈവം അയച്ച ദൂതൻ ഹാഗാറിനോട് ചോദിക്കുന്ന ചോദ്യം അതായിരുന്നു, നീ എവിടെ നിന്ന് വന്നതാണ്? നീ എവിടേക്കാണ് പോകുന്നത്? കുറെ കൂടി ശ്രദ്ധയും ഏകാഗ്രതയും ഒക്കെ അവനവന്റെ ജീവിതത്തിൽ നിന്ന് കൊടുത്തു നോക്കുകയെ സ്വന്തം നിയോഗത്തെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതോടുകൂടി നമ്മൾ ഏറെ ആത്മസംതൃപ്തിയിലായിരിക്കും. തീർച്ചയായും അവനവന്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ഒരു സന്നദ്ധതയിലുമായിരിക്കും. അതെ, പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ ഇതിന് പ്രാപ്തരാക്കട്ടെ. ആമേൻ.